ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ നല്ല മഴയാട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ഒരു നല്ല ഗീ റൈസും പിന്നെ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ വ്യത്യസ്തതയൊന്നുമില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 2 കഷ്ണം ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, ഒരു ബേ ലീഫും ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് സവോള ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് വെജിറ്റബിൾസാണ് ഞാൻ ചേർക്കുന്നത്. ക്യാരറ്റും ബീൻസും പിന്നെ കുറച്ച് ഗ്രീൻ പീസും, ഇത്രയും സംഗതികൾ ഇട്ടിട്ട് അതും കൂടി ഒന്ന് വഴറ്റി പാകത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് അരിയിലേക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് അരി ഇടാനാണ് പോകുന്നത്. അരി ഞാൻ ആദ്യമേ തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം കുതിർത്ത അരിയാണ്. വെള്ളം തിളച്ച് കഴിയുന്ന സമയത്തേക്ക് അതിലേക്ക് ഇടാനാണ് പോകുന്നത്. ഞാൻ വഴറ്റുന്ന സമയത്ത് ഏലക്ക ഇടാൻ മറന്നുപോയി, അതിപ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി എടുത്തിട്ട് ചേർക്കാം. എന്നിട്ട് സ്ലോ കുക്ക് ചെയ്തിട്ട് എടുക്കാം. കാരണം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റുകയും ചെയ്യും, വേഗമില്ല. അപ്പോൾ പിന്നെ സ്ലോ കുക്ക് ചെയ്തിട്ട് നമുക്ക് പതുക്കെ വേവിച്ചെടുക്കാം. നമ്മുടെ നല്ല ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ബട്ടർ ചിക്കൻ്റെ കൂടെ കഴിക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിക്കിളി ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിക്കിളിക്കാണ് ആദ്യമായിട്ട് ഫുഡ് കൊടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.